ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കൾച്ചറൽ ഫെസ്റ്റുകളിൽ ഒന്നായ NIT കാലിക്കറ്റിലെ വിദ്യാർത്ഥികൾ തന്നെ മുൻകൈ എടുത്ത് നടത്തുന്ന രാഗം 2026. NIT കാലിക്കറ്റിന്റെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ആർട്സ് ഇവന്റ് ആണ് രാഗം. രാഗം 2026 മാർച്ച് 26, 27, 28 തീയതികളിൽ അതിഗംഭീരമായി നടന്നു. ഈ വർഷത്തെ രാഗത്തിന്റെ സ്പോൺസറിൽ ഒരാൾ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാലയുമായിരുന്നു. ഇപ്രാവശ്യം നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നത് രാഗം 2026 ഇവന്റിന്റെ മാർക്കറ്റിംഗ് ഹെഡായ അർജിത് ലാലാണ്. അർജിത് ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ റിപ്പീറ്റേഴ്സ് ജെയ്മെയിൻ ബാച്ചിലെ കൊട്ടാരം ക്യാമ്പസിലെ വിദ്യാർത്ഥിയായിരുന്നു. അർജിത്, എങ്ങനെ ഉണ്ടായിരുന്നു ഈ രാഗം 2026 മാർക്കറ്റിംഗ് ഹെഡ് എന്ന് പറയുന്ന ഒരു പോസ്റ്റും എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ സന്തോഷം രാഗത്തിന് മാർക്കറ്റിംഗ് ഹെഡ് ആവാൻ സാധിച്ചതിൽ. രാഗം എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് കൾച്ചറൽ ഫെസ്റ്റ് ആണ്. ഏകദേശം 1 lakh+ ഫുഡ് ഫാൾസ് വരുന്ന ഒരു സ്റ്റുഡൻസ് റണ്ണിംഗ് കൾച്ചറൽ ഫെസ്റ്റ് ആണ് രാഗം. NIT, IIT, എയിംസ്, ബാക്കി KTU, കുസാറ്റ് പോലുള്ള കോളേജുകളിൽ നിന്നും നിഫ്റ്റ് പോലുള്ള കോളേജിൽ നിന്നും സ്റ്റുഡൻസ് പങ്കെടുക്കുന്ന സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് കൾച്ചറൽ ഫെസ്റ്റ് ആണ് രാഗം എന്ന് പറയുന്നത്. സോ ഈ വർഷത്തെ രാഗത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾക്ക് നല്ല രീതിയിൽ തന്നെ ലൈക്ക് ഓഡിയൻസ് ആയാലും ബാക്കി പാർട്ടിസിപ്പേഷൻസ് ആയാലും ഒക്കെ വന്നിട്ടുണ്ടായി. ഏകദേശം 100-ൽ കൂടുതൽ കോളേജസിൽ നിന്നുള്ള ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ നമ്മുടെ രാഗത്തിന് ഇപ്രാവശ്യം നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഈ വർഷം നമ്മുടെ രാഗത്തിന് 7ഓളം പ്രശസ്തമായ ആർട്ടിസ്റ്റാണ് ലൈക്ക് വേദിയിൽ വന്നിട്ടുണ്ടായത്. സോ ഡേ 1-ൽ നമുക്ക് അമിത് മിശ്ര വിഷ് ഗേൾസ് ആയിരുന്നു. ഡേ 2-ൽ ദർശൻ റാവലും വേടനും ആയിരുന്നു. ഡേ 3 ജൊനീറ്റ ഗാന്ധി, വിനി ശ്രീനിവാസൻ, അതുപോലെ തന്നെ യോഗി ശേഖറും ആയിരുന്നു. സോ രാഗത്തിന്റെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാണ് ഇത്രയും ആർട്ടിസ്റ്റ് ലൈനപ്പിൽ നമ്മൾ ഇപ്രാവശ്യം രാഗം കണ്ടക്ട് ചെയ്യുന്നത്. അതിൽ വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്യാൻ സാധിച്ചതിൽ. രാഗം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഒരു അലുമിനി രാജന്റെ ഓർമ്മയ്ക്ക് വേണ്ടി നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതാണ്. 1987 രാഗത്തിന്റെ ആദ്യം ലൈറ്റ് മ്യൂസിക് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ തുടർച്ചയായി ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ രാഗം എന്നുള്ള ഫെസ്റ്റിൽ നമ്മൾ ഇത് കണ്ടക്ട് ചെയ്യുന്നു. ഒരു പക്ഷേ സ്റ്റുഡൻസ് റൺ ചെയ്യുന്നതിൽ വെച്ച് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം കൂടിയാണ് രാഗം എന്ന് പറയുന്നത്. സോ നമ്മുടെ പ്രൈസ് മണി ആയാലും കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം 10 lakhs വർത്ത് പ്രൈസും കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാ ഇവന്റ്സിനും കൊടുക്കുന്നുണ്ട്. സോ ഇത് കൂടാതെ 100+ ഇവന്റ്സ് ആണ് നമ്മുടെ ക്യാമ്പസിൽ ഈ കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് നടന്നത്. ഇത് കൂടാതെ ഫ്ലാഗ്ഷിപ്പ് ഇവന്റ്സ് ആയിട്ട് നമുക്ക് കൊറിയോ നൈറ്റ്, ഫാഷൻ ഷോ പറഞ്ഞ കുറേ പ്രോഗ്രാംസ് വേറെ ഉണ്ടായിരുന്നു. പിന്നെ KTU അതുപോലുള്ള ബാക്കി സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക്ഷോപ്സ്, പ്രീമിയം വർക്ക്ഷോപ്സ്, ലൈക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലെക്ചേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായി. സോ ഇതാണ് രാഗത്തിന്റെ ഒരു ഓവറോൾ കാര്യങ്ങളൊക്കെ. NIT-ലേക്കുള്ള ഒരു ചുവടുവെപ്പ് എന്ന് പറയുന്നത് തന്നെ ബ്രില്യൻ്റിൽ നിന്നായിരുന്നു. ഞാൻ അവിടുത്തെ ജെയ്മെയിനിലെ ഒരു റിപ്പീറ്റർ സ്റ്റുഡൻ്റ് ആയിരുന്നു. സോ അതിനുശേഷം NIT-ൽ വന്നേ പിന്നെ NIT എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഇവിടെ ഡിഫറെൻറ്റ് ഡൈവേഴ്സിറ്റിയുള്ള ആൾക്കാരുണ്ട്. സോ അതിനുള്ള എക്സ്പോഷേഴ്സും കാര്യങ്ങളും നമുക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടും. അതിപ്പോൾ മാനേജ്മെന്റ് ആയാലും ടെക്നിക്കൽ ആയാലും ഇനി ആർട്സ് റിലേറ്റഡ് ആയാലും അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇവിടുന്ന് ഗെയിൻ ചെയ്യാൻ സാധിക്കും. അതാണ് NIT-യുടെ ഒരു ഹൈലൈറ്റ്. സോ ബാക്കിയുള്ള കോളേജസിനെ പോലെയല്ല ഒരു 9 to 5 അക്കാഡമിക്സ് അല്ല നമ്മുടേത്. നമുക്ക് ക്യാമ്പസ് 24 hours ലൈവ് ആയതുകൊണ്ട് തന്നെ എല്ലാ ഫെസിലിറ്റീസും ക്യാമ്പസിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മാനേജ്മെന്റ് ആയാലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും സ്റ്റുഡൻസ് നല്ല രീതിയിൽ തന്നെ എൻഗേജ് ആയിട്ട് ലൈക്ക് അവർ സ്കിൽഡ് ആയിട്ട് വരുന്നുണ്ട് ഈ ഒരു സ്ട്രാറ്റജീസ് കാരണം. സോ ആ ഒരു ജേണിയിൽ തന്നെ ഇപ്പം സ്വന്തമായിട്ടൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു കൺസെപ്റ്റ് വരെ എനിക്ക് എത്തി നിൽക്കാൻ പറ്റിയതും ഇതിൻ്റെ ഒക്കെ ഒരു ഭാഗമാണ്. സോ ഇന്നിപ്പോൾ നിൽക്കുന്നത് രാഗത്തിന്റെ മാർക്കറ്റ് ഹെഡായിട്ടാണ്. സോ അതിലും വളരെ സന്തോഷമുണ്ട്. കാരണം ഇത്രയും വലിയൊരു ഫെസ്റ്റ്, അതായത് ഏകദേശം പറയുകയാണെങ്കിൽ 1 lakh+ ഫുഡ് ഫാൾസ് വരുന്ന സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് കൾച്ചറൽ ഫെസ്റ്റിൽ അതിന്റെ മാർക്കറ്റ് ഹെഡ് ആവുക, വൺ ഓഫ് ദ മാർക്കറ്റ് ഹെഡ് ആവുക എന്ന് പറയുന്നത് തന്നെ എനിക്ക് സംബന്ധിച്ചത് ഭയങ്കര അഭിമാനകരമായ നിമിഷമാണ്. സോ ഈ പറഞ്ഞതുപോലെ എല്ലാത്തിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നതും ഈ ബ്രില്യൻ്റിൽ നിന്നായിരുന്നു. ആസ് എ സ്റ്റുഡൻറ് ഓണ്ടർപ്രണർ ഇതിന്റെ ഇടയ്ക്ക് നടക്കുന്ന ഈ പ്രോസസ്സ് ബ്രിഡ്ജ് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ലൈക്ക് ഞാൻ രാഗത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഈ രാഗം എന്ന് പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇയർ മുതൽ ഫൈനൽ ഇയേഴ്സ് വരെയുള്ള സ്റ്റുഡൻസിൻ്റെ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു വർക്കിൻ്റെ റിസൾട്ടാണ് രാഗം. സോ ഞാൻ ഫസ്റ്റ് ഇയറിൽ ഉണ്ടാകുമ്പോൾ തന്നെ രാഗത്തിൻ്റെ ഒരു പാർട്ടായിട്ട് ജോയിൻ ചെയ്തു. സോ ഫസ്റ്റ് ഇയറിലായാലും സെക്കൻഡ് ഇയറിലായാലും തേർഡ് ഇയറിലായാലും ഇപ്പോൾ എത്തി നിൽക്കുന്ന ഫൈനൽ ഇയറിൽ രാഗം കണ്ടക്ട് ചെയ്യുന്ന ഒരാളായ നിലയിൽ പോലും എല്ലാ വർഷവും നമുക്ക് എക്സ്പോഷർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഈ ക്യാമ്പസിലെ പല പ്രോഗ്രാമിന് കിട്ടും. നമുക്ക് തത്വ രാഗം എന്ന് പറഞ്ഞ 2 ഫെസ്റ്റാണ് നമുക്ക് നടക്കുന്നത്, ടെക്നിക്കൽ ഫെസ്റ്റും അതുപോലെ കൾച്ചറൽ ഫെസ്റ്റും. സോ ഈ ഫെസ്റ്റിനൊക്കെ നമ്മൾ 2 മാസവും 3 മാസവും ഓരോ വർക്ക്സ് നടത്തുകയും അതിൻ്റെ ഒക്കെ ഒരു സ്റ്റാറ്റിക്സ് എടുത്ത് നോക്കിയാൽ നമുക്ക് ഇതിൻ്റെ എക്സ്പോഷേഴ്സ് അവിടെ തന്നെ ഉണ്ടാവും. സോ അത് അവരുടെ ഫ്യൂച്ചർ കരിയറിലും കാര്യങ്ങളിലൊക്കെ അതിൻ്റെ എക്സ്പോഷേഴ്സ് അവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് NIT കാലിക്കറ്റ് ഒരുക്കുന്നത്. സോ ഈ രാഗത്തിൻ്റെ ഹൈലൈറ്റ് പറയുകയാണെങ്കിൽ സ്റ്റുഡൻസ് മാത്രമാണ് ഈ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നത്.
സോ എ ടു സെറ്റ്, അതായത് ഈവൻ നമ്മൾ പറയുക വെച്ചാൽ പബ്ലിക് റിലേഷൻ മുതൽ നമ്മുടെ ഹയർ എൻഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വരെ നമ്മൾ ഈ പറഞ്ഞ സ്റ്റുഡൻസ് ഡയറക്റ്റ്ലി ആണ് ചെയ്യുന്നത്. നമ്മളൊരു ഔട്ട്സോഴ്സ് മീഡിയനെ വെച്ചിട്ട് PR വർക്ക് നടത്തുകയോ ഒന്നും ചെയ്യുന്നില്ല. എല്ലാ കാര്യങ്ങളും സ്റ്റുഡൻസ് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലായാലും ലീഡർഷിപ്പ് സ്കില്ലായാലും മാനേജ്മെന്റ് സ്കില്ലായാലും ഇനിയിപ്പം എല്ലാ കാര്യങ്ങളിലും അവർക്ക് അതിൻ്റെതായിട്ടുള്ള ആ ഒരു ഗുണനിലവാരവും എക്സ്പോഷറും ഒക്കെ നമുക്ക് ഈ പ്രോഗ്രാമിൽ നിന്ന് ഉറപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. സോ അത് തന്നെയാണ് ഒരു എന്താ പറയുക ലൈക്ക് ആസ് എ നോർമൽ സ്റ്റുഡൻറ്റ് എന്നിവിടെ ഇപ്പോൾ രാഗത്തിൻ്റെ മാർക്കറ്റിംഗ് ഹെഡ് ആക്കി നിർത്തിയത് തന്നെ. സോ നമ്മുടെ ജെയ്മിൻ എക്സാം ഒക്കെ കഴിഞ്ഞ് NIT എത്തിപ്പെടുന്ന സ്റ്റുഡൻസിനോട് ആസ് എ സീനിയർ ആൻഡ് ആസ് എ NIT സ്റ്റുഡൻറ് എന്ന രീതിയിൽ അർജിത്തിന് കൊടുക്കാനുള്ള അഡ്വൈസ്? ലൈക്ക് ഏറ്റവും വലിയ അഡ്വൈസ് എന്താ വെച്ചാൽ, നിങ്ങൾ ഇവിടത്തേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ തിരിച്ചു പോകുമ്പം നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ഒരു നിലപാടുള്ള ഒരാളായിട്ട് നിങ്ങൾ തിരിച്ചു പോകും. അതിൻ്റെ കാരണം നമ്മളുടെ ക്യാമ്പസിൽ ഒരുപാട് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ട്. അത് സ്പോർട്സ് ആയാലും കൾച്ചറൽ ആയാലും ഏത് രീതിയിലായുള്ള ആക്ടിവിറ്റീസും നമുക്കിവിടെ സ്പേസ് ഉണ്ട്. ആ സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഈ പറഞ്ഞൊരു ഫുൾ പഠിത്തം എന്നുള്ളൊരു കൺസെപ്റ്റ് മാത്രമല്ല NIT ഉള്ളത്. ഈ പറഞ്ഞ എല്ലാ ആക്ടിവിറ്റീസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ 4 വർഷം കഴിഞ്ഞ് BTech കഴിഞ്ഞ് പോകുന്ന സമയത്ത് സ്വന്തമായിട്ട് പറയാൻ പറ്റും എനിക്ക് എന്തെങ്കിലുമൊക്കെ നേടിയെന്നുള്ളത്. അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഇവിടുന്ന് കിട്ടുന്ന എക്സ്പോഷറാണ്. അത് എനിക്ക് എന്തായാലും അഷ്വർ ചെയ്യാൻ പറ്റും. വൺസ് NIT എൻ്റർ ചെയ്ത ഒരു കുട്ടിക്കും ഈ പറയുന്ന രീതിയിലുള്ള എക്സ്പോഷേഴ്സ് കാര്യങ്ങൾ ഈ പറഞ്ഞ ഫെസ്റ്റ് ആയാലും ബാക്കിയുള്ള എല്ലാ ആക്ടിവിറ്റീസും നല്ല രീതിയിൽ തന്നെ ഗെയിൻ ചെയ്യാൻ സാധിക്കും. അത് തന്നെയാണ് NIT ഒരു അഷ്വറൻസ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.